Sub Junior Malaya Prasangam തുടരുന്നു. Judges, please note call letter D on the stage. Assalamu alaikum wa rahmatullahi ta'ala wa barakatuh. Bismillahir rahmanir rahim. Alhamdulillahi rabbil alamin. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. സമാദരണീയരായ ഉസ്താദുമാരെ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മുതഅല്ലിം സുഹൃത്തുക്കളെ, ഇരുളിൻ്റെ ബന്ധനങ്ങളിൽ നിന്നും മോചനത്തിൻ്റെ വാതായനങ്ങൾ തുറന്നു നൽകിയ ധീരദേശാഭിമാനികൾ കാത്തുവെച്ച സമ്മാനമാണ് നമ്മുടെ ഇന്നത്തെ സ്വാതന്ത്ര്യം. ആ സ്വാതന്ത്ര്യ സാക്ഷാത്കാരത്തിൽ വെള്ളപ്പട്ടാളക്കാരൻ്റെ യന്ത്രതൊക്കിന് മുന്നിൽ അടിപ്പതറാതെ പോരാടിയ ധീരരക്തസാക്ഷികളുടെയും നേതാക്കളുടെയും നാമം ചരിത്രയേടുകളിൽ നിന്ന് നിഷ്കാസനം ചെയ്യാൻ വർഗീയ ഫാസിസ്റ്റ് ഭരണകൂടം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമകാലിക സാഹചര്യത്തിൽ സ്വാതന്ത്ര്യ സമരത്തിലെ മുസ്ലിങ്ങളുടെ പങ്ക് എന്ന എൻ്റെ വിഷയം ഏറെ കാലിക പ്രസക്തി ആർജിക്കുന്നതാണ്. ഇതിന് തൗഫീഖ് നൽകിയ നാഥനെ ആദ്യമായി സ്തുതിക്കട്ടെ. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹീൻ വഹാൽ. പ്രിയമുള്ളവരെ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ മുസ്ലിങ്ങളുടെ സാന്നിധ്യം ചരിത്ര അധ്യായങ്ങളിൽ എന്നും തല ഉയർത്തി നിൽക്കുന്നതാണ്. ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടങ്ങളിൽ മുസ്ലിങ്ങളുടെ പങ്ക് നിസ്തുലമാണെന്ന് ചരിത്രകാരന്മാരെ പോലും സുവ്യക്തമാക്കിയ യാഥാർത്ഥ്യമാണ്. 1979 ടിപ്പുവിന്റെ പടയോട്ടത്തോടുകൂടി മുസൽമാന്റെ പോരാട്ട വീരം അവസാനിച്ചുവെന്ന് വിശ്വസിച്ചിരുന്ന വെള്ളക്കാരന്റെ ചിന്തകൾ ആസ്ഥാനത്താക്കിയാണ് ചോരാത്ത പോരാട്ട വീരവുമായി വീണ്ടും വൈദേശികാധിപത്യങ്ങൾക്കെതിരെ മുസ്ലിങ്ങൾ കളം നിറഞ്ഞു കളിച്ചുവെന്നത് ചരിത്ര പോലും സാക്ഷി പറയുന്ന സത്യമാണെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. വാസ്കോഡ ഗാമയുടെ അധിനിവേശത്തെ പ്രതിരോധിക്കാൻ സാമൂതിരിയുടെ നേതൃത്വത്തിൽ ആർജവത്തോടെ പോരാട്ടം നയിക്കുന്നതിൽ മുൻനിരയിലുണ്ടായിരുന്നത് കുഞ്ഞാലി മരക്കാറും സംഘവുമായിരുന്നു. 20-ാം നൂറ്റാണ്ടിൽ 80-ൽ പരം രാജ്യങ്ങൾ അടക്കി വാണിരുന്ന ബ്രിട്ടീഷ് ചക്രവർത്തിയുടെ വട്ടമേശ സമ്മേളനത്തിന് ഈ ഇന്ത്യയെ പ്രതിനിധീകരിക്കാൻ ഗാന്ധിജി നിയോഗിച്ചത് മൗലാന മുഹമ്മദ് അലി ജൗഹറിനെയായിരുന്നു. ഗർജിക്കുന്ന സിംഹമാരായാലും ഇവിടെ ഓരിടാൻ കുറെ കുറുക്കന്മാരുണ്ട്, ചാടി നടക്കാൻ കുറെ ചെന്നായ്ക്കളുണ്ട്, ഗർജിക്കാൻ ഒരു സിംഹത്തിന്റെ കുറവുണ്ടെന്ന കത്ത് എഴുതിയിട്ടാണ് തന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് അല്ലാമ ഇക്ബാലിനെ ബിരുദ പഠനാവശ്യാർത്ഥം വിദേശത്തായിരുന്ന അദ്ദേഹത്തെ നാട്ടിലേക്ക് ക്ഷണിക്കുന്നത്. ഭയന്നു വിറക്കുന്ന 100 ദിനത്തെക്കാൾ എനിക്കിഷ്ടം സ്വധൈര്യമുള്ള ഒരു ദിനമാണെന്ന് വിളിച്ചോതി പോരാടിയ ടിപ്പുവിന്റെ പോരാട്ട വീരം ചരിത്രതാളുകളിൽ നിന്ന് ഉന്മൂലനം ചെയ്യാൻ ശ്രമിക്കുന്ന സംഘപരിവാർ. ആ ചരിത്ര കാപാലികരോട് എനിക്ക് പറയാനുള്ളത്, വെള്ളക്കാരന്റെ ചൂന്നക്കിയ പാരമ്പര്യമല്ല, മറിച്ച് പോരാടിയ ധീര ചരിത്രമാണ് ഓരോ ഇന്ത്യൻ മുസൽമാനും പറയാനുള്ളത്. മൗലാന മുഹമ്മദ് അലിയും ഷൗക്കത്ത് അലിയും ചേർന്ന് മുന്നോട്ട് നയിച്ചു കൊണ്ടിരുന്ന ഖിലാഫത്ത് പ്രസ്ഥാനം ഇന്ത്യയെ ബ്രിട്ടന്റെ കരാളാസ്ത്രത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതിൽ നിർണായക പങ്കാണ് വഹിച്ചിട്ടുള്ളത്. ഭാരതീയയുടെ നെഞ്ചിൽ തളം കെട്ടിയ സാരേ ജഹാൻ സെ അച്ഛ ഹിന്ദു സിതാൻ ഹമാര എന്ന പോരാട്ട വീരമുള്ള വരികൾ രചിച്ചത് അല്ലാമ ഇക്ബാലായിരുന്നു. ഇവയെല്ലാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ മുസ്ലിങ്ങളുടെ പങ്ക് പകല് പോലെ വ്യക്തമായി മനസ്സിലാക്കിയിട്ടും അടിക്കടി മുസ്ലിങ്ങൾ പാകിസ്ഥാനിൽ പോകണമെന്ന് പറയുന്ന ആഭ്യന്തരമന്ത്രിയുടെ രാജ്യസ്നേഹ പ്രകടനം എത്രത്തോളം കാപട്യമാണെന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. ബ്രിട്ടീഷ് വിഭജനങ്ങൾക്കെതിരെ വിരൽ ചൂണ്ടി ഹിന്ദുവിനെയും മുസൽമാനെയും തോളോട് തോള് ചേർത്തി സമരപന്തയിലെത്തിക്കുന്നതിൽ മുന്നിലുണ്ടായിരുന്നത് മൗലാന അബ്ദുൽ കലാം ആസാദായിരുന്നു. അദ്ദേഹം ജീവന്റെ അവസാനം വരെ ഈ രാജ്യത്തിനായി പോരാടിയ ധീര യോദ്ധാവായിരുന്നു. പ്രിയമുള്ളവരെ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ യുദ്ധമെന്ന് വിശേഷിപ്പിക്കുന്ന ഐതിഹാസിക പോരാട്ടമായ മലബാർ കലാപത്തിന്റെ നേതൃനിര ആല്യ മുസ്ലിയാരും വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദാജിയും സീദിക്കോയ് തങ്ങളും അടങ്ങുന്ന ഒരു യോദ്ധാക്കളായിരുന്നു.
ഭാരതീയ സമരഭൂമുഖത്ത് അടിപതറാതെ പോരാടിയ നിരവധി മുസൽമാരുടെ ധീര കഥകൾ ചരിത്രത്തിനായി വിറക്കാനുണ്ട്. അവരെല്ലാവരും ആഗ്രഹിച്ചത് ഭൂസ്വര രാജ്യമായിരുന്നു. അതല്ലാതെ പൈശാചിക വർഗീയ കലാപങ്ങൾക്കുള്ള ഭൂമിയായിരുന്നില്ല. മരണത്തെ അഭിമുഖം കണ്ടപ്പോഴും അവർക്ക് പ്രതീക്ഷകളായിരുന്നു. കാരണം രക്തസാക്ഷികൾക്ക് മരണമില്ല. അവർ നാളെ അള്ളാഹുവിന്റെ അടുക്കൽ ജീവിക്കുന്നവരാണ്. രക്തസാക്ഷികളുടെ ഓരോ മുറിവിൽ നിന്നും കസ്തൂരിയുടെ സുഗന്ധം വീശിയിട്ടായിരിക്കും നാളെ അവർ പ്രതിഫല ദിനത്തിൽ കടന്നു വരിക എന്ന പ്രവാചക വചനത്തെ ശിരസ്സ വഹിച്ചവരായിരുന്നു അവർ ഈ രാജ്യത്തിനായി നൽകിയ സംഭാവനകൾ മാനത്തെ അസ്തമയ ശോഭ പോലെ ചരിത്രത്തിൽ തെളിഞ്ഞു നിൽക്കുന്നു. അത് ഇന്നും ആയിരങ്ങളുടെ മനസ്സിന്റെ കണ്ണാടിയിൽ തിളങ്ങി നിൽക്കുന്നു. അത് നിഷേധിക്കാൻ മുതിരുന്നവർ സമുദ്രജലത്തിലെ ഏതാനും മലിനത്തുള്ളികളാണ്. ഗാന്ധിജി പറഞ്ഞതുപോലെ സമുദ്രജലത്തിലെ ഏതാനും തുള്ളികൾ മലിനമായാൽ സമുദ്രം മുഴുവനും മലിനമാവുകയില്ല. അതിൽ നിന്നും മനുഷ്യന്റെ കാര്യം വിഭിന്നമല്ലെന്ന് ഗാന്ധിജി നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ചരിത്രത്തെ വളച്ചൊടിച്ച് ബ്രിട്ടീഷുകാരുടെ ഷൂ നക്കിയ സവർക്കറുടെയും മാപ്പെയ്തു കൊടുത്ത ഗോൾവാൾക്കറുടെയും ചരിത്രം കല്ലുവെച്ച നുണകളായി വാഴ്ത്തപ്പെടുമ്പോൾ ബ്രിട്ടന്റെ പട്ടാളത്തിന്റെ മുഖത്ത് നോക്കി എനിക്ക് മരിക്കേണ്ടത് മക്കയിലല്ല, ഞാൻ പിറന്ന ഈ മണ്ണിലാണെന്ന് പറഞ്ഞ വാര്യംകുന്നന്റെ ചരിത്രം അടർത്തി മാറ്റാൻ ഭരണകൂടം ശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോ നീതിയുടെ കൂടെയും ചരിത്ര സംരക്ഷകരായി നിൽക്കേണ്ട ബാധ്യത നമുക്കുണ്ടെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അവസാനമായി പൂക്കളെ നിങ്ങൾക്ക് അറുത്തുമാറ്റാം, വസന്തത്തെ തടുക്കാനാവില്ല എന്ന കാവ്യവചനങ്ങൾ സദസ്സിന് സമർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കട്ടെ. അനിൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഊസിക്കും ബിദ്ദുആ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.